ഇന്നേക്ക് 5 ദിവസമായി ഈ ഒരു സംഭവം നടന്നിട്ട് ഇന്നലെ മുതലാണ് കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അതായത് അവിടെയുള്ള കർണാടക സർക്കാരിന് വീഴ്ച പറ്റിയെന്നത് സമ്മതിക്കേണ്ടി തന്നെ ഇരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു അർജുൻ്റെ സഹോദരി ഭർത്താവിനോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടും സംസാരിച്ചപ്പോൾ അവരും വ്യക്തമാക്കിയത് ഈ ഒരു കാര്യം പറയുമ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് അത്ര മാന്യമായ രീതിയിലുള്ള പെരുമാറ്റമല്ല ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അപ്പോൾ ഈ ഒരു കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ളത് വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ മുതലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി ആരംഭിച്ചത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ വ്യക്തമായ ഇടപെടലിലൂടെ എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ. ഹരിയ, സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടലാണ് ഈ പരിശോധന ഈ കാണുന്ന രീതിയിലേക്ക് എത്തിച്ചത് എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ അപകടം നടന്ന ശേഷം ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒന്നും ഈ രീതിയിലുള്ള പരിശോധനകളൊന്നും തന്നെ നടന്നിരുന്നില്ല. മണ്ണ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ പ്രവർത്തനങ്ങൾ, അല്പം മണ്ണ് മാന്തി യന്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ടിപ്പർ ലോറികൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ലോറി ഉടമയും അതോടൊപ്പം തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അധികൃതരോട് കൃത്യമായും ഈ GPS ഈ സ്ഥലത്താണ് ഉണ്ടായിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അതിനനുസരിച്ചുള്ള പരിശോധനകൾ നടത്തിയില്ല എന്നൊരു വിമർശനം കുടുംബം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ആ കഴിഞ്ഞുപോയ കാര്യങ്ങളെല്ലാം തന്നെ തൽക്കാലത്തേക്ക് ഇപ്പോൾ മാറ്റിവെക്കാം. സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലിനെ തുടർന്ന് മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, ഗണേഷ് കുമാർ, AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലിനെ തുടർന്നാണ്, ഇടപെടലിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയിലേക്ക് കടന്നു വന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പരിശോധന ഏതെങ്കിലും തരത്തിൽ അർജുൻ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ നടന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷമാണ് മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുടെ സാധ്യതകൾ തേടിയത്. അതുവരെ സാങ്കേതികമായ കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് കടക്കാതെ അത്തരം സാധ്യതകൾ പരിശോധിക്കാതെ നിൽക്കുന്ന ഒരു നിസ്സംഗതയോടുകൂടി നിൽക്കുന്ന ഒരു സമീപനമാണ് അധികൃതർ സ്വീകരിച്ചത് എന്ന വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നത്. ഈ മെറ്റൽ ഡിറ്റക്ടർ എത്തിച്ചിട്ടും നമുക്ക് 2.5 മീറ്റർ ആഴത്തിൽ മാത്രമുള്ള വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടി സൗകര്യമുള്ള മെറ്റൽ ഡിറ്റക്ടർ മാത്രമാണ് ഉപയോഗിച്ചത് എന്നതാണ് വലിയ പ്രശ്നം. അത്തരത്തിൽ വലിയ രീതിയിൽ 4-5 മീറ്റർ ഉയരത്തിൽ മണ്ണും പാറക്കലും അടിഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന കൊണ്ട് ഒട്ടും ഗുണമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ സംവിധാനം ഏർപ്പെടുത്തും. റഡാർ സംവിധാനം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ലോറി കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കണ്ടെത്തി കഴിഞ്ഞാൽ ഒരാൾക്ക് കടന്നു പോകാൻ കഴിയുന്ന രീതിയിലേക്ക് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തേക്ക് എത്തുക എന്നതായിരിക്കും ലക്ഷ്യം. ഹ്യൂമൻ ചെയിൻ മാതൃകയിൽ ആ രീതിയിൽ കൃത്യമായി ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിലാക്കുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക. നാവികസേന നേരത്തെ തന്നെ ഇന്നലെ മുതൽ തന്നെ തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. സൈന്യത്തിന്റെ കൂടി സേവനം ഇന്ന് ലഭ്യമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ സംസ്ഥാന ദുരന്ത നിവാരണ സേനാംഗങ്ങൾ അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങളുടെ സേവനം കൂടി ലഭ്യമാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിലവിൽ നമുക്ക് കാണാം ഈ പ്രദേശത്ത് മഴക്കാർ വലിയ രീതിയിൽ വരുന്നുണ്ട്. നേരത്തെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ മഴ വീണ്ടും ശക്തമാകാനുള്ള ഒരു സാധ്യത കാണുന്നു. മഴ കൂടുതൽ ശക്തമായാൽ അത് തിരച്ചിലിനെ ബാധിക്കും. കഴിഞ്ഞ ദിവസം പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് ഈ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത്. രാത്രി 9 മണിയോടുകൂടി തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നത്. ഇന്ന് മഴ ഇല്ലാതിരുന്നാൽ തിരച്ചിൽ സുഗമമായി മുന്നോട്ട് പോകും. പക്ഷേ കാലാവസ്ഥ അത്ര അനുകൂലമാകുമെന്ന ഒരു പ്രതീക്ഷയില്ല. നിലവിൽ വലിയ മഴക്കാറ് ആ പ്രദേശത്ത് കാണുന്നുണ്ട്. ശക്തമായ മഴ അല്പസമയത്തിനകം പെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ആര്യ, തീർച്ചയായും അത്തരത്തിൽ ശക്തമായ ഒരു മഴ പെയ്താൽ വീണ്ടും ഒരു മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ടോ? ഈ പ്രദേശം വലിയൊരു കുന്നാണ് ഒരു വശത്ത്, മറുവശത്ത് ഗംഗാവലി പുഴയും. ശക്തമായ മഴ പെയ്താൽ രക്ഷാപ്രവർത്തനത്തിന് മണ്ണ് നീക്കം ചെയ്യുന്നതിനുൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് നേരിടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശോധനകൾ അത്ര കാര്യക്ഷമമായി നടത്താൻ കഴിയില്ല എന്നതാണ് വലിയ പ്രശ്നം. അതോടൊപ്പം ഈ മണ്ണ് ഇടയ്ക്കിടെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. മണ്ണ് നീക്കം ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ ഈ സ്ഥലത്ത് മണ്ണ് കൂടുതലായി ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ വന്നാൽ
വലിയ ബുദ്ധിമുട്ട് നേരിടും. ഇത്തരത്തിലുള്ള ഇത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് കാണുന്നത് ചെറിയൊരു കുന്നാണ്. ഈ കുന്നിൽ തന്നെ നമുക്ക് കാണാം മണ്ണിടക്കിടെ ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ഒരു ഇത് കാണാൻ കഴിയുന്നുണ്ട്. സമാനമായ രീതിയിലാണ് ഈ അപകടം നടന്ന സ്ഥലത്തും വലിയൊരു കുന്ന് ഒരു വശം ഇടിച്ചു മാറ്റിയാണ് ഈ ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടു താഴെ പുഴ, അങ്ങനെ ഒരു ഭൂമിശാസ്ത്രപരമായി വലിയ പ്രത്യേകതകൾ ഉള്ളൊരു സ്ഥലമാണ്. കാരണം അപകട സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ മേഖല. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് മഴ വന്നു കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള അപകട സാധ്യത കൂടി മുന്നിൽ കാണേണ്ടതുണ്ട്. ഏതായാലും 6:30 രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ്, ദൗത്യസംഘത്തിന്റെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. തീർച്ചയായും നേരത്തെ ദുരന്ത നിവാരണ സേനയുടെ വാഹനങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ കണ്ടു. സമയം ഇത് 6:30 അടുക്കുന്നു. മറ്റുള്ളവർ അവിടെ എത്തിയോ? എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയായോ? 6:30 തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ നമ്മൾ കണ്ടതാണ് സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നത് കണ്ടതാണ്. കൂടുതൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട ആളുകൾ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാവികസേന, സംസ്ഥാന ദുരന്ത നിവാരണ സേന, ദേശീയ ദുരന്ത നിവാരണ സേന, പോലീസ്, അഗ്നിരക്ഷാ സേന ഉൾപ്പെടെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കും. കൂടുതൽ ആളുകളെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്ന് പങ്കെടുപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാർ അത്രമേൽ സമ്മർദ്ദം ഇന്നലെ മുതൽ കർണാടക സർക്കാരിന്റെ മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അർജുനെ ജീവനോടെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ കണ്ടെത്തണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ അത്തരത്തിലൊരു ഇടപെടൽ നടത്തിയത്. ഏതായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കാം. 6:30 ആരംഭിക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ, ഈ 5-ാം ദിവസം നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന രീതിയിൽ വാഹനം കണ്ടെത്തുകയും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആര്യ, തീർച്ചയായും എന്തായാലും മംഗോളയിൽ മണ്ണിനിടയിൽ കുടുങ്ങിയ അർജുനായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. തുടർച്ചയായ 5-ാം ദിവസമാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. ഇന്ന് NDRF-ഉം നാവികസേനയും സംയുക്തമായിട്ടാണ് തിരച്ചിൽ നടത്തുക. പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ്. തിരച്ചിലിനായി ബംഗളൂരുവിൽ നിന്ന് റഡാറുകളും കൂടി എത്തിക്കും. അല്പസമയത്തിനകം തന്നെ 6:30 തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങളെല്ലാം അതുവഴി കടന്നു പോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥ പ്രതികൂലമാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു മഴയ്ക്കുള്ള സാധ്യതയും മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് സിജു അവിടെ നിന്ന് നൽകുന്ന വിവരങ്ങൾ.